ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരിക്. ഞാൻ നിങ്ങളെ സ്വന്തം മനു മിസ് ആണ്. ഓക്കെ, മക്കളെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നിങ്ങളെ സ്കൂളിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരിക്കും. സോ എങ്ങനെയുണ്ട് നിങ്ങളുടെ പുതിയ സ്കൂള്, പുതിയ ക്ലാസ് റൂം, പുതിയ ഫ്രണ്ട്സ്, എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മളെ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. അപ്പോ എന്തായാലും പുതിയ ഫ്രണ്ട്സിനെയും പുതിയ ടെക്സ്റ്റ് ബുക്കും പുതിയ യൂണിഫോമും ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിന് ഉള്ളിലുള്ള ഓരോ പുതിയ പുതിയ ചാപ്റ്റേഴ്സും പഠിച്ചു വരേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് നേരത്തെ തുടങ്ങി കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഉള്ളിലുള്ള കുഞ്ഞു കുഞ്ഞു കണ്ടന്റുകൾ വരെ നമുക്ക് പഠിച്ചു തീർക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ നമ്മൾ ആദ്യം നേരിടാൻ പോകുന്ന എക്സാമിലേക്ക് നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. സോ പാദവാർഷിക പരീക്ഷ ഫസ്റ്റ് ടൈം എക്സാമിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ആദ്യത്തെ 1, 2, 3 ചാപ്റ്റേഴ്സിൽ നിന്ന് ബേസിക് ആയിട്ട് അറിയേണ്ടതുണ്ട്. സോ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ മാത്സിന്റെ ആദ്യത്തെ ചാപ്റ്റർ വരകളും വട്ടങ്ങളുമാണ്, ലൈൻസ് ആൻഡ് സർക്കിൾസ്. സോ ഈ ചാപ്റ്റർ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിൽ ലൈൻസിനെ കുറിച്ചും സർക്കിൾസിനെ കുറിച്ചുമാണ് പറയുന്നത്. ചാപ്റ്ററുടെ പേര് തന്നെ ഉണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത്. അതിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, അതിൽ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഒരുപാട് തവണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സോ നമ്മൾ എങ്ങനെയാണ് ലൈൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, സെറ്റ് സ്ക്വയർ ആണ് നിങ്ങൾക്ക് അതിൽ ഒരു റെക്ടാംഗിൾ വരയ്ക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു പാരലലോഗ്രാം വരയ്ക്കാനാണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. സോ സ്കെയിലിന്റെ കൂടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സെറ്റ് സ്ക്വയർ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സെറ്റ് സ്ക്വയർ നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം? അറിയുന്ന ആളുകൾ ഒന്ന് പറയുക. രണ്ട് രീതിയിലുള്ള സെറ്റ് സ്ക്വയർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരെണ്ണം വാല് നീണ്ട ഒരു സെറ്റ് സ്ക്വയർ ആണ് അല്ലെ, ഒരു വാല് നീണ്ട പോലെ ഇരിക്കും. ഒരാൾ എന്താണ്, രണ്ട് സ്ഥലം ഈക്വൽ ആയിട്ടുള്ള സെറ്റ് സ്ക്വയർ ആണ്. സോ ഈ സെറ്റ് സ്ക്വയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെറ്റ് സ്ക്വയറിന്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. കണ്ടില്ലേതാ, ഒരു ലൈനിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് കുത്തനെയാണ് അടുത്ത ലൈന് വരുന്നത്. സോ ഇവിടെയുള്ള ആംഗിൾ എപ്പോഴും എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. സോ അതൊക്കെ നമുക്ക് റെക്ടാംഗിൾ വരയ്ക്കാൻ വേണ്ടി ഭയങ്കര സിമ്പിൾ ആയിട്ട് പറ്റാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമുക്ക് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അങ്ങനെയാണെങ്കിൽ താഴെ കാണുന്ന ചിത്രം നമുക്ക് കറക്റ്റ് അളവിലാണ്, കറക്റ്റ് മെഷർമെന്റിൽ വരയ്ക്കാൻ വേണ്ടി പറ്റണം. 5 സെന്റിമീറ്റർ ലെങ്ത്തിലും 3 സെന്റിമീറ്റർ ബ്രെഡ്ത്തിലുമായിട്ട് നമുക്ക് എന്ത് വരയ്ക്കണം, റെക്ടാംഗിൾ വരച്ചു നോക്കാം. അതും ആരെ യൂസ് ചെയ്തിട്ട്, നമ്മളെ സെറ്റ് സ്ക്വയറും സ്കെയിലും പെൻസിലും യൂസ് ചെയ്തും മാത്രം. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് വരയ്ക്കാം. 5 സെന്റിമീറ്റർ 3 സെന്റിമീറ്ററും ആണ് അല്ലെ. ഞാൻ ആദ്യം തന്നെ സ്കെയിൽ എടുക്കുന്നു. സോ സ്കെയിലില് ഞാൻ ആദ്യം 5 സെന്റിമീറ്റർ ആണ് വരയ്ക്കുന്നത്. സ്കെയിൽ ആദ്യം ഞാൻ 5 സെന്റിമീറ്റർ വരയ്ക്കുകയാണ്. ദെൻ നമുക്ക് വേണ്ട ആള് സെറ്റ് സ്ക്വയർ ആണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ ഒരു സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇഷ്ടപ്പെട്ട സെറ്റ് സ്ക്വയർ എടുക്കാതെ രണ്ടെണ്ണത്തിൽ ഏത് വേണേ എടുക്കാം. അതിൽ 90 ഡിഗ്രി വരുന്നതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ലൈനിന്റെ അറ്റത്ത് വെക്കുന്നത്. ലൈനിന്റെ അറ്റത്ത് ഞാൻ എന്ത് ചെയ്തു, സെറ്റ് സ്ക്വയർ വെച്ചു. ബിക്കോസ് നമ്മള് റെക്ടാംഗിളിന്റെ എല്ലാ ആംഗിളും 90 ഡിഗ്രി ആണെന്ന് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇവിടെ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് 3 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കണം. സോ ഞാൻ 3 സെന്റിമീറ്റർ ഇതുപോലെ വരച്ചു. ഓക്കെ, ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് തന്നെ കേട്ടോ, താഴെ നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് സെറ്റ് സ്ക്വയർ മാറാതെ ഇതുപോലെ നീക്കുക. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എത്തി അവിടെയും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സെറ്റ് സ്ക്വയറിന്റെ ഭാഗത്ത് നിന്നും നേരെ നീട്ടി 3 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പൊ രണ്ട് ഭാഗത്തും നിങ്ങൾ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് കറക്റ്റ് 90 ഡിഗ്രിയിൽ എന്ത് വരച്ചു, മുകളിലേക്ക് 3 സെന്റിമീറ്റർ ലൈൻ വരച്ചു. ഇനി നമുക്ക് സ്കെയിൽ വെച്ച് മുകളിൽ എന്ത് ചെയ്യാൻ വേണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചാൽ അത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും, കറക്റ്റ് 5 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം 5 സെന്റിമീറ്റർ ആണോ എന്നുള്ളത്. യെസ്, കറക്റ്റ് 5 സെന്റിമീറ്റർ ആയേ. അപ്പൊ സ്കെയിൽ തന്നെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഒരു റെക്ടാംഗിൾ കിട്ടി. ഇത് കറക്റ്റ് മെഷർമെന്റിലാണ്, കറക്റ്റ് 5 സെന്റിമീറ്ററിലും 3 സെന്റിമീറ്ററിലും ലെങ്ത്തും ബ്രെഡ്ത്തും വരുന്ന രീതിയിലാണ്. നിങ്ങൾ അത് എഴുതി കൊടുത്താൽ കുറച്ചുകൂടെ എന്താവും, ഭംഗിയാവും. 5 സെന്റിമീറ്റർ ആൻഡ് 3 സെന്റിമീറ്റർ. സോ ഒരു ഹോംവർക്ക് ആയിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ ഇവിടെ ബോർഡിൽ ഞാൻ കാണിച്ചു തരാം. 9 സെന്റിമീറ്റർ ലെങ്ത്തിലും 7 സെന്റിമീറ്റർ ബ്രെഡ്ത്തിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു റെക്ടാംഗിൾ വരയ്ക്കണം. സോ എന്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ പൃഥ്വി ബാച്ചിന്റെ കാര്യം. സോ പൃഥ്വി ബാച്ചില് നമ്മള് ആദ്യത്തെ ഈ ഒരു ചാപ്റ്റർ മാത്രമല്ല കേട്ടോ, രണ്ടാമത്തെ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തു, മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ സ്കൂളിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും നല്ല അടിപൊളിയായിട്ട് പഠിച്ച് പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം നമ്മളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. സോ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള നമ്പർ എന്റെ കുട്ടികൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു. സോ നമ്പർ 9995400800 ആണ്. സോ ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 0 അങ്ങോട്ട് എത്തിപ്പോയിന്നേ ഉള്ളൂ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. 9995400800 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പൃഥ്വി ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ സമയം കളയാതെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളെ ബാച്ചിലേക്ക് വരിക.
അപ്പൊ എന്തായാലും നമുക്ക് ഇനി അവിടെ വെച്ച് ഇനിയുള്ള ചാപ്റ്റേഴ്സുകളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തിട്ട് പഠിക്കാം. അപ്പൊ എന്തായാലും ഈ ഒരു റെക്ടാംഗിൾ വരയ്ക്കാൻ നിങ്ങൾ മറന്നുകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളെ കമന്റ് ബോക്സിൽ കൂടെ പറയാം കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ.